നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് സ്വാഗതം. ചന്തത്തിൽ വരിവരിയായി ചിറകുതുടിപ്പിച്ച് നീന്തുന്ന താറാവുകൾ കേരളീയ സൗന്ദര്യത്തിൻ്റെ അസുലഭമായ കുട്ടനാടൻ കാഴ്ചകളിൽ ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് സംസ്ഥാനത്ത് പിടിപെട്ട പക്ഷിപ്പനി താറാവ് കർഷക മേഖലയെ പ്രതിസന്ധിയിലാക്കി. എന്നാൽ അതിൽ നിന്നൊക്കെ മോചനം നേടി ഇന്ന് താറാവ് കർഷകർ ഒരു ഉണർവിൻ്റെ പാതയിലാണ്. അത്തരം കാഴ്ചകൾ തേടി ഞങ്ങൾ കുട്ടനാടൻ തീരത്തുകൂടി യാത്രയാവുകയാണ്. ഇത്തവണ തകഴി, ചെക്കടിക്കാട്, 12-ൽ ബോബിച്ചൻ്റെ കൃഷിയുടെ കാഴ്ചകൾ തേടി ഹരിത സുന്ദരം യാത്രയാവും. കാണാം ഹരിതം സുന്ദരം. ലോകത്തെവിടെയായാലും ഒരു കുട്ടനാടൻകാരൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കുട്ടനാട്ടിലെ നെല്ലും കരിമീനും താറാവും കൽപ്പവൃക്ഷവും. ഒരുപക്ഷെ താറാവില്ലാത്ത ഒരു കുട്ടനാടൻ കാഴ്ച ഓർക്കാൻ പോലും കഴിയില്ല. എന്നാൽ താറാവുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നേരിട്ടത്. പക്ഷിപ്പനി വന്ന് കേരളത്തിലെ 12 ലക്ഷത്തോളം വരുന്ന താറാവിൻ്റെ സംഖ്യയിൽ 50% പമ്പ കടന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു തിരിച്ചുപോക്കാണ് കർഷകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കുട്ടനാട്ടിലാണ് താറാവിൻ്റെ കേന്ദ്രം. നിരണം, പള്ളിപ്പാട്, വിയ്യപുരം, ചെന്നിത്തല എന്നിവയാണ് കുട്ടനാട്ടിലെ താറാവിൻ്റെ തറവാടുകൾ. താറാവിൻ്റെ തറവാടായ മറ്റൊരു സ്ഥലം കൂടിയാണ് തകഴി. തകഴിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വേമ്പനാട്ടുകായലിൻ്റെ സൗന്ദര്യമുണ്ട് തകഴിക്ക്. തകഴിയിലെ കർഷകർ, പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ കർഷകർ, താറാവുകൾക്ക് ഒരു പേര് കൂടി നൽകിയിട്ടുണ്ട്: ചാര ചെമ്പല്ലി. അസൽ കുട്ടനാടൻ താറാവുകളാണിവർ. വെള്ളയും പുള്ളിയും തവിട്ടും കറുപ്പും മയിൽപ്പീലി അഴകും ഒക്കെ ചേർന്ന താറാവുകളാണ് ചാരയും ചെമ്പല്ലിയും താറാവുകൾ. അസൽ നാടൻ താറാവ്. നാടൻ താറാമുട്ടയ്ക്കും താറാവിറച്ചിക്കും ഡിമാൻഡ് ഏറെയാണ്. ചാരചെമ്പല്ലി സാധാരണഗതിയിൽ വരുന്ന താറാവ് വസന്തയോ താറാവ് രോഗങ്ങളെയോ പ്രതിരോധിക്കുന്ന താറാവുകളാണ്. പ്രത്യേകിച്ച് ഒരു പ്രതിരോധ മരുന്നോ ഒന്നുമില്ലാതെ തന്നെ നാടിൻ്റെ കരുത്തും കാന്തിയുമുണ്ട് അവർക്ക്. നമുക്കറിയാം, ചാരയുടെയും ചെമ്പല്ലിയുടെയും താറാവിൻ്റെ മുട്ട ഏതാണ്ട് 14 ദിവസത്തോളം തന്നെ, പ്രത്യേകിച്ച് റെഫ്രിജറേഷൻ്റെ ആവശ്യം കൂടാതെ തന്നെ കേടുകൂടാതെ ഇരിക്കുന്ന മുട്ടയാണ്. എന്നാൽ മുട്ട എന്ന ബിസിനസ് വിട്ട് ഇറച്ചി എന്ന സങ്കല്പത്തിൽ കൂടി മാറിയിരിക്കുകയാണ് കർഷകർ, പ്രത്യേകിച്ചും പക്ഷിപ്പനി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ. സാധാരണഗതിയിൽ ഇറച്ചിത്താറാവായ വിയറ്റ്നാം താറാവിനെ വിട്ട് മുട്ടത്താറാവുകളായ ചാരയും ചെമ്പല്ലിയും തന്നെ ഇറച്ചിത്താറാവുകളാക്കി മാറ്റുന്ന വിദ്യയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. താറാവുകൾ 6-ാം മാസത്തിലാണ് മുട്ടയിട്ട് തുടങ്ങുന്നതെങ്കിലും 100-ാം ദിവസം തന്നെ താറാവുകളിൽ ഭാരമുള്ളവയെ പൊക്കിയെടുത്ത് ഇറച്ചിത്താറാവുകളാക്കി മാറ്റുകയാണ് കർഷകർ ഇപ്പോൾ ചെയ്യുന്നത്. താറാവ് വളർത്തലിന് അനുയോജ്യമായ മേഖലയാണ് കുട്ടനാട്. നമുക്കറിയാം, കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ, അവിടെ നിന്ന് ശേഖരിക്കുന്ന ഉതിർമണികൾ, ഞണ്ട്, നത്തയ്ക്ക ഇവയൊക്കെ തിന്ന് കേരളത്തിൻ്റെ ഭക്ഷ്യഭദ്രതയ്ക്ക് ഉതകുന്ന രീതിയിൽ മാംസവും ഇറച്ചിയും പോഷകസമൃദ്ധമായ മുട്ടയും നൽകുന്നവരാണ് താറാവ്. താറാവിനെ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ മേഖലയാണ് കുട്ടനാട്. നമുക്കറിയാം, മിക്ക പാടങ്ങളിലും കൊയ്ത്ത് കഴിയുമ്പോൾ ഉതിർമണികളുണ്ടാവും. താറാവിൻ്റെ തീറ്റയിൽ 50% സംഭാവന ചെയ്യുന്നത് ഈ ഉതിർമണികളാണ്. ഞണ്ട്, നത്തയ്ക്ക, ജലജീവികൾ ഇവയൊക്കെ തിന്ന് കേരളത്തിൻ്റെ ഭക്ഷ്യഭദ്രതയ്ക്ക് ഉതകുന്ന രീതിയിൽ പോഷകസമൃദ്ധമായ ഇറച്ചിയും മുട്ടയും നൽകുന്നവരാണ് താറാവ്. അതുകൊണ്ട് തന്നെ 100-ാം ദിനം തന്നെ താറാവുകളെ ഇറച്ചിയാക്കി മാറ്റിയാൽ അവയ്ക്ക് അല്പം രുചി കൂടും. പരമ്പരാഗത രീതിയിൽ സാധാരണഗതിയിൽ 1.5 വർഷം കൊണ്ട് മുട്ടയിട്ട് തീർന്ന താറാവുകളെ ഇറച്ചിയാക്കി മാറ്റുകയായിരുന്നു കർഷകർ ചെയ്തിരുന്നത്. അതിൽ താറാവ് ഇറച്ചിക്ക് മൃദുത്വം അല്പം കുറയുകയും എല്ലിന് കട്ടി കൂടുകയും ചെയ്യും. എന്നാൽ 100-ാം ദിവസം മുതൽ, ഏതാണ്ട് 4-ാമത്തെ മാസം മുതൽ തന്നെ വിപണിയിലേക്ക് ഇറക്കുന്ന ഈ മുട്ടത്താറാവുകൾ എന്ന ഇറച്ചിത്താറാവുകൾ വിപണിയിൽ വലിയ ഡിമാൻഡ് നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ശ്രീ ബോബിച്ചൻ്റെ കൃഷിയിടത്തിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. ബോബിച്ചൻ കായൽ ഓരത്ത് തന്നെ ഏദൻ എന്ന രീതിയിൽ, ഏദൻ എന്ന പേരിൽ ഒരു ഫാം നടത്തുകയാണ്. വിശാലമായ ഒരു ഫാം തന്നെ ചാരാചെമ്പല്ലി താറാവുകൾക്കായിട്ടുണ്ട്, അതും കായലോരത്ത്. ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിലാണ് ഇവയുടെ തീറ്റയ്ക്കായി പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. തീറ്റ കഴിയുന്ന നെൽപ്പാടത്തു നിന്നും കഴിക്കുന്ന ഉതിർമണികൾ തന്നെയാണ് താറാവുകളുടെ പ്രധാനപ്പെട്ട ആഹാരം. അതിനു മുമ്പ് ഏതാണ്ട് 1.5 മാസത്തോളം താറാവിൻ കുഞ്ഞുങ്ങളെ
നീരണിയിച്ചതിന് ശേഷം ഇവിടെ തന്നെ തീറ്റ നൽകുകയാണ് പതിവ്. ഏതാണ്ട് 13 മുതൽ 14-ാമത്തെ ദിവസം മുതൽ തന്നെ താറാവുകൾ നീരണിയാൻ തുടങ്ങും. തുടർന്ന് നല്ല രീതിയിൽ ഉതിർമണികളും ധാന്യങ്ങളും പിണ്ണാക്കും കാർഷിക ഉപോൽപ്പന്നങ്ങളും ഒക്കെ തന്നെയാണ് താറാവിൻ്റെ തീറ്റ. അവയൊക്കെ സമൃദ്ധമായി 40 ദിവസം മുതൽ നൽകി തുടങ്ങും. തുടർന്ന് 1 മാസം ഇങ്ങനെ തീറ്റ നൽകിയാൽ പിന്നീട് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലേക്ക് ഇറക്കുകയായി. ഫലമോ തീറ്റ ചെലവ് ലാഭിക്കാം. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളില്ലെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയും. അപ്പോഴാണ് താറാവുകളെ തഞ്ചാവൂരിലും മറ്റും തീറ്റാനായി വിടുന്നത്. അവിടത്തേക്ക് വിലയ്ക്കാണ് താറാവുകളെ നൽകുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. തീറ്റ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന താറാവുകൾ പൂവൻ മാത്രമായി വീണ്ടും തകഴിയിലേക്ക് തിരിച്ചു വരും. പിന്നീട് ഈ താറാവുകളെ ഡ്രസ്സ് ചെയ്ത് വിൽപ്പനയ്ക്ക് എത്തിക്കും. പ്രത്യേകം ഫ്രീസറുകളിൽ പാക്ക് ചെയ്യുന്ന ഇറച്ചിയാണ് ബോബിച്ചൻ വിപണിയിലെത്തിക്കുന്നത്. ബോബിച്ച, ഇപ്പോൾ ഈ താറാവ് കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ടല്ലോ കുട്ടനാട്ടിൽ, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ ഒരു സംഘടന ശക്തമല്ല. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പാടങ്ങളുടെ തീറ്റ ഇപ്പം ഒരു 40 ദിവസം തീറ്റ കൊടുത്തു. അത് കഴിഞ്ഞ് പാടത്ത് തീറ്റ കിട്ടുന്നില്ലെങ്കിൽ ഒരു താറാവിന് ശരാശരി ഒരു 600 രൂപ, അതായത് 150 ദിവസം ആകുമ്പോൾ ഒരു താറാവിന് ഒരു 600 രൂപയുടെ തീറ്റ തിന്നും ഒരു താറാവ്. ആ താറാവിനെയാണ് വിപണി 300 രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ പാടത്തിനെ ആശ്രയിച്ചാണ് ഈ താറാവ് വളർത്തുന്നത്. അതായത് ഒരു 40 ദിവസം ശരാശരി തീറ്റ കൊടുക്കും. അത് കഴിയുമ്പം പാടത്തുള്ള തീറ്റയിൽ നിന്നാണ് ഈ ലാഭം കണക്ക് കൂട്ടി ഇറച്ചി 300 രൂപയ്ക്ക് കൊടുക്കാൻ ഒക്കുന്നത്. അപ്പം 100 ദിവസം വളരുന്ന താറാവിനെ പെട്ടെന്ന് മുട്ടത്താറാവിനെ ഇറച്ചിയാക്കി മാറ്റുമ്പോൾ എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നുണ്ടോ? ഒരു ദോഷവും ഇല്ല. ഇറച്ചിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ളതിനെ ഞങ്ങൾ പിടിച്ച്, അതായത് ഒരു 100 ദിവസം പ്രായമാകുമ്പോൾ ഇതിനെ പിടിക്കാൻ തുടങ്ങും. അത് 5 മാസം വരെ, അതായത് 150 ദിവസം വരെ മുട്ടയാകുന്ന ടൈം വരെയും ഈ താറാവും പൂവനും എല്ലാം അടക്കം ഡ്രസ് ചെയ്ത് കൊടുക്കും. ഈ ആണ്ടിൽ 2 തവണയാണല്ലോ പ്രധാനമായിട്ട് കൃഷി. അപ്പോൾ ഏതൊക്കെ സീസണിലാണ്? 2 തവണ എന്ന് പറയുന്നത് 2 നോയമ്പീടിയാണ്. 2 നോയമ്പീടിയുടെ അനുബന്ധിച്ചാണ് ഈ താറാവിനെ വളർത്തുന്നത്. ഞങ്ങളെ പോണക്കുള്ള കർഷകരെ, അതായത് പറഞ്ഞാൽ കച്ചവടത്തെ അനുബന്ധിച്ചാണ് ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഏതൊക്കെ സമയമാണത്? ഒന്ന് ജനുവരി, അതായത് ഈസ്റ്ററിൻ്റെ നോയമ്പീടിയ, പിന്നെ സെപ്റ്റംബർ 1 ഡിസംബർ നോയമ്പീടിയക്ക്. 2 നോയമ്പീടിക്കാണ് താറാവ് വളർത്തുന്നത്. ഒരു നോമ്പുകളിൽ എത്രത്തോളം താറാവിന് ചിലവുണ്ട്? ലക്ഷക്കണക്കിന് താറാവിനെ 3 ജില്ലയായിട്ട്, അതായത് ആലപ്പുഴ ജില്ല, എറണാകുളം, കോട്ടയം ജില്ലയായിട്ട് ലക്ഷക്കണക്കിന് താറാവ് വിറ്റഴിക്കുന്നുണ്ട്. നല്ലൊരു ഇറച്ചിയാണിത്. ഇത് സാധാരണ ഉപയോഗിക്കുന്നവന് ഒന്ന് ഉപയോഗിക്കുന്നവന് വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നുന്ന രീതിയിൽ രുചിയുള്ള ഒരു മാംസമാണിത്. താറാവിനുമുണ്ട് ഒരു ഇറച്ചി തൂക്കം. ഏതാണ്ട് 100 ദിവസം മുതൽ തന്നെ താറാവിനെ പിടിച്ചു തുടങ്ങും. തീറ്റ നിന്ന് പാടത്ത് കിടക്കുന്ന താറാവുകളെ കൈത്തഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടിക്കുക. ഏതാണ്ട് 1.5 കിലോ കൈത്തഴക്കത്തിന് തൂക്കം വരുന്ന താറാവിനെ ഡ്രസ് ചെയ്ത് ഇറച്ചിയാക്കി മാറ്റിയാൽ 1 കിലോ മുതൽ 1.1 കിലോ വരെ തൂങ്ങാം. ഇതാണ് വിപണിയിലെത്തിക്കുന്നത്. വിപണിയിലെത്തിച്ചാൽ താറാവിറച്ചിക്ക് വലിയ ഡിമാൻഡാണ്, പ്രത്യേകിച്ചും ഡ്രസ് ചെയ്ത് വിപണിയിലെത്തിക്കുന്ന ഇറച്ചി. താറാവ് ഒന്നിന് 300 രൂപ എന്നതാണ് വിപണി കണക്ക്. കിലോ തൂക്കം ഇവിടെ പ്രശ്നമല്ല. ഒരു താറാവിനെ ഇറച്ചിയാക്കി വിപണിയിലെത്തിക്കുമ്പോൾ 300 രൂപയെങ്കിലും കിട്ടണം എന്നാണ് ബോബിച്ചൻ്റെ പക്ഷം. ബോബിച്ചൻ്റെ ഏതൻസ് എന്ന താറാവ് ഇറച്ചി കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, കുട്ടനാട്ടിലെ പരമ്പരാഗത കർഷകർ പലരും ചെയ്തു വരുന്ന ഒരു ബിസിനസ്സായിരുന്നു ചാരാച്ചെമ്പല്ലി താറാവുകളെ വയലിലേക്ക് അല്ലെങ്കിൽ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലേക്ക് ഇറക്കി വിട്ട് മുട്ട സമ്പാദിച്ച് മുട്ട ശേഖരിച്ച് വിപണനം ചെയ്യുക എന്ന രീതി. എന്നാൽ അടിക്കടി നഷ്ടം സംഭവിക്കുന്ന താറാവ് മേഖലയെ കരകയറ്റാൻ വേണ്ടി കർഷകർ കണ്ടുപിടിച്ച പുതിയ മാർഗ്ഗമാണ് 100-ാം ദിവസം തന്നെ മുട്ടത്താറാവുകളെ ഇറച്ചി താറാവുകളാക്കി മാറ്റുക, ഇറച്ചി വിപണിയിൽ എത്തിക്കുക എന്ന തന്ത്രം. അതിനുവേണ്ടി പരമ്പരാഗത ശൈലി തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കോഴികളെയും മറ്റും ഡ്രസ് ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ താറാവുകളെ കൊന്നതിന് ശേഷം ഇറക്കി വെച്ച് ഏതാണ്ട് 20 മിനിറ്റിന് ശേഷം താറാവിനെ പുറത്തെടുത്ത് അതിൻ്റെ
തൂവലുകൾ പറിച്ചു മാറ്റുക എന്ന ജോലിയാണ് ഇപ്പോൾ ഏതൻസിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശ്രീ ബോബിച്ചനെ സഹായിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയുണ്ട്. ആദ്യം പ്രധാന തൂവലുകളെല്ലാം തന്നെ പറിച്ചു മാറ്റിയതിനു ശേഷം വെള്ളത്തിൽ ഭംഗിയായി കഴുകി ചെറു തൂവലുകൾ ചെറു കത്തികൾ കൊണ്ട് ചുരണ്ടി മാറ്റുക എന്നൊരു രീതി കൂടി അനുവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഏതാണ്ട് ഒരു കാറ്ററിംഗ് സർവീസിൻ്റെ ഏജൻറ്റിന് നൽകാനായി ഏതാണ്ട് 60ഓളം താറാവുകളാണ് ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ ഇറച്ചി തയ്യാറായി താറാവുകളുടെ തൂവലുകൾ പൂർണ്ണമായും പറിച്ചതിന് ശേഷം ഇറച്ചി തയ്യാറായി കഴിഞ്ഞ് ഏതെങ്കിലും കാരണവശാൽ താമസം വന്നു കഴിഞ്ഞാൽ അത് കേടുകൂടാതെ ഇറക്കി വെക്കാനുള്ള ഫ്രീസറുകളും ശ്രീ ബോബിച്ചൻ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗ് റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ രംഗത്ത് വർഷങ്ങളുടെ ഒരു പരിചയം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഈ കൈത്തഴക്കം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു മുതിർന്ന താറാവിനെ 100 ദിവസം വളർന്ന ഒരു മുതിർന്ന താറാവിനെ ഡ്രസ്സ് ചെയ്യാനായി കേവലം 10 മിനിറ്റ് മതി എന്നുള്ളതാണ് ശ്രീ ബോബിച്ചൻ നമ്മളോട് വിശദമാക്കിയിരിക്കുന്നത്. അദ്ദേഹവും ഭാര്യയും താറാവുകളെ ഡ്രസ്സ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാം. ആരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യക്കാർ? നമ്മളെ പോണക്കുള്ള ഉപയോക്താക്കളാണ്. അതായത് കല്യാണം അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി കേറ്ററിംഗുകാരാണ് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ വീടുകളിലുള്ളവരും മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ബോബിച്ചൻ താറാവിനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇന്നിപ്പോൾ എത്രത്തോളം താറാവിൻ്റെ ചിലവുണ്ട്? ഞങ്ങളൊരു 60 താറാവ് ഓർഡറുണ്ട് ഞങ്ങൾക്ക്. അത് കൂടാതെ ചില്ലറ ചിലവുണ്ട്. എടത്തോപ്പള്ളി പെരുന്നാളായതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള ഒരു ചിലവുമുണ്ട്. ഇപ്പോൾ ഈ താറാവിനെ പ്രത്യേകിച്ച് ചാരയും ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട താറാവുകളാണല്ലോ നമ്മൾ വളർത്തുന്നത്. ഇങ്ങനെ താറാവുകളെ വളർത്തുമ്പോൾ അത് മുട്ടയിട്ട് പരിപാലിക്കുന്ന താറാവുകളാണോ ലാഭം, അതേ 100-ാം ദിവസം പിടിച്ച് വിൽക്കുന്ന ഇറച്ചി താറാവുകളാണോ ലാഭം? ഇത് മുട്ടയിടുന്നതിനെക്കാട്ടി ലാഭം എന്ന് പറയുന്നത് ഇറച്ചിയായിട്ട് വിൽക്കുകയാണ്. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 100 ദിവസം ആകുമ്പോഴത്തേക്ക് ഉള്ള മുടക്ക് വരുമ്പോൾ അതിൽ നിന്നും ഇരട്ടി ലാഭം നമുക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ഒരു മുട്ടയുള്ള താറാവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു 230 രൂപ 240 രൂപ മൊത്തം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ആ താറാവിനാണ് നമുക്ക് 300 രൂപ ഡ്രസ്സ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ലാഭമാണ് ഈ ഡ്രസ്സിങ്ങുകാർക്ക്. അതായത് കുട്ടനാട്ടിലെ കർഷകർ മൊത്തം ഇതിനൊരു വിപണി കണ്ടെത്തിക്കൊണ്ട് ഇതിനെ വിൽക്കാനുള്ള ഒരു സംരംഭവും കൂടെ കണ്ടെത്തി അതിനുവേണ്ടി ഒരുങ്ങുക. അതിന് സർക്കാർ തലത്തിലും പ്രോത്സാഹനങ്ങൾ ചെയ്ത് വന്നാൽ ഇതൊരു നല്ല വിപണിയാക്കി എടുക്കാം. അതായത് ഇപ്പം ക്ഷീരവകുപ്പിനുമൊക്കെയും ഇഷ്ടം പോണക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അത് കണക്ക് തന്നെ ഫിഷറീസ് ആ വകുപ്പിനുമൊക്കെ ഇഷ്ടം പോണക്ക് ഫണ്ട് ചിലവാക്കുന്നുണ്ട്. ഈ താറാവിന് വകുപ്പിന് മാത്രമേ ഉള്ളൂ സർക്കാർ തലത്തിൽ പോലും ഒരു പ്രോത്സാഹനം ചെയ്യാത്തത്. ഇപ്പോൾ ഈ താറാവിനെ മുട്ടത്താറാവിനെ ഇങ്ങനെ ഇറച്ചിയാക്കി മാറ്റുമ്പോൾ എന്തെങ്കിലും രുചി വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. രുചി കൂടുതലാണുള്ളത്. അതായത് പൂവനെക്കാട്ടി ടേസ്റ്റ് കൂടുതൽ പെടയ്ക്കാണ് മുട്ട ഇടുന്നതിന് മുൻപായിട്ട്. മുട്ട ഇടുന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ രുചി കുറയും. എത്ര ദിവസം പ്രായമുള്ള താറാവുകളെയാണ് ഈ വളർത്താനായി എടുക്കുന്നത്? വളർത്താൻ ഇറങ്ങുന്ന അന്ന് 1 ദിവസം പ്രായമുള്ള താറാവിനെയാണ് ഞങ്ങൾ വളർത്തുന്നത്. അന്ന് മുതൽ എന്തൊക്കെയാണ് തീറ്റ നൽകുന്നത്? അതിന് കോഴിത്തീറ്റ, ഊപ്പപ്പൊടി, ചോറ് വേവിച്ച് കൊടുക്കും, മരുന്നുകൾ, പിന്നെ മെഡിസിൻ കുറച്ചൊക്കെ, അതൊക്കെ മതി. അതിൻ്റെ എത്രാമത്തെ ദിവസമാണ് പാടത്തേക്ക് കൊടുക്കുന്നത്? പാടത്തൊരു 40 ദിവസം കഴിയുമ്പം പാടത്ത് പോകും. പാടത്തിൻ്റെ കൊയ്ത്തിൻ്റെ അനുബന്ധിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഈ രംഗത്തേക്ക് ഉദാഹരണമായിട്ട് ഇപ്പം നമ്മുടെ ഈ അഭിമുഖമൊക്കെ കണ്ട് ഈ രംഗത്തേക്ക് വരാൻ കുട്ടനാടൻ മേഖലയിൽ തന്നെയുള്ള ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താറാവ് വളർത്തുന്ന ഇപ്പം ചെങ്ങന്നൂർ തന്നെ സർക്കാർ തലത്തിൽ താറാവിനെ വളർത്താനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. അത് കണക്ക് തന്നെ കുട്ടനാട്ടിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനേക്ക് മുന്നോട്ട് വരിക. അതായത് ഒത്തിരി യുവാക്കളെ തൊഴിലില്ലാതെ നിൽക്കുന്നവരുണ്ട്. അത് ഈ മേഖലയിൽ നല്ലൊരു പുരോഗതിയുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടുള്ള മേഖലയാണിത്. അപ്പോൾ അതനുസരിച്ച് ഇതിന് ബെനിഫിറ്റ് കിട്ടും. അതനുസരിച്ച് സർക്കാരും കൂടെ സഹായിക്കുവാണെങ്കിൽ ഈ മേഖല നല്ലതായി പുരോഗമിക്കും. നല്ല രീതിയിലുള്ള ഒരു ഇറച്ചിയായത് ഇത് ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും ഉപയോഗിക്കണം. മറ്റ് ജില്ലകളിലൊക്കെ ആളുകൾക്ക് ഇത് യഥാർത്ഥമായി അറിഞ്ഞുകൂടാ. ഈ താറാവ് ഇത്രയും ഡ്രസ്സ് ചെയ്ത് ഒരു 10, 100, 150 എണ്ണം വൃത്തിയാക്കി പൂട കളഞ്ഞ് ഇത് കിട്ടുമെന്നുള്ള ഒരു ബോധം മറ്റുള്ള മേഖലകളിൽ ആൾക്കാർക്കില്ല. ഈ രംഗത്തേക്ക് വരുന്ന ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ചതി എന്താ? ചതിയെന്ന് പറയാനൊന്നുമില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വസന്ത വരുന്നു എന്നുള്ളതാണ് പ്രാധാന്യമായ വിഷയം. ഈ വസന്ത വരുന്നതിന് മെയിൻ വിഷയം എന്ന് പറയുന്ന ഈ റൗണ്ടപ്പ് കുട്ടനാട്ടിൽ വയലുകളിൽ അടിക്കുന്നതാണ് ഈ താറാവിന് തളർച്ചയെന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നത്.
അതിൽ നിന്നാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ താറാവ് ഒത്തിരി നഷ്ടപ്പെടുന്നത്. അതായത് ശരാശരി ഒരു 10,000-6,000 താറാവ് വളർത്തുന്നവന് വിൽപ്പനയാകുമ്പോൾ ഈ 100 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു 3,000 പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് ഇത് മാറും. അത് അസുഖമല്ല, ഇത് ഈ കണ്ടത്തിലിറങ്ങുമ്പോൾ ഈ കച്ചി പഴുത്ത് ഈ വിഷത്തിൻ്റെ അണുക്കളും കൂടെ കൂടി വന്ന് എന്തോ ഒരു തളർച്ച രോഗം ഉണ്ടാവുക. അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന താറാവ് വളർത്തൽ രംഗത്തിൻ്റെ കയറ്റിറക്കങ്ങൾ അനവധി കണ്ട കർഷകനാണ് ബോബിച്ചൻ. ബോബിച്ചൻ എല്ലാ ഭാവുകങ്ങളും തരാം. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ വിശാലമായ ഒരു പാടശേഖരത്തിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ തകഴി, പ്രക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് ഈ ഭൂവിഭാഗം എന്ന് പറയാം. ഇവിടെയാണ് ബോബിച്ചൻ താറാവുകളെ തീറ്റ നൽകുവാനായി തുറന്നുവിടുന്നത്. നമുക്കറിയാം ഇവിടെ 2 പാടശേഖരങ്ങളാണുള്ളത്. കരിയാർ മുടിയിലച്ചേരി എന്ന ഒരു പാടശേഖരം എൻ്റെ ഇടതുവശത്തും കൊച്ചു പുത്തഞ്ചേരി എന്ന പാടശേഖരം എൻ്റെ വലതുവശത്തും. ഏതാണ്ട് 3400 പറ കണ്ടമാണ് കരിയാർ മുടിയിലച്ചേരി പാടശേഖരം. വലതുവശത്ത് കാണുന്ന കൊച്ചു പുത്തഞ്ചേരി ആവട്ടെ ഏതാണ്ട് 1800 പറ കണ്ടവുമാണ്. ഇവിടെ ഇനി പുഞ്ചകൃഷി കരിയാർ മുടിയിലച്ചേരിയിൽ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ആ പുഞ്ചകൃഷി പൂർത്തിയായി തീർന്ന പാടശേഖരങ്ങളിലെ ഉതിർമണികൾ അന്വേഷിച്ച് താറാവുകൾ ഇവിടെ തീറ്റ തേടുകയാണ്. വളരെ കൗതുകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കരിയാർ മുടിയിലച്ചേരിയുടെയും കൊച്ചു പുത്തഞ്ചേരിയുടെയും ഇടവശത്തായി ഏതാണ്ട് 6 അടിയോളം താഴ്ചയിൽ വെള്ളമുള്ള ഒരു തടാകം ഉണ്ട്. ഈ തടാകത്തിലാണ് ഈ താറാവുകൾ ഈ ഉഷ്ണകാലത്ത് ഈ മേടച്ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി നീന്തുന്നത്, ഇവിടെ നീന്തി കുളിരണിയുന്നത് എന്നുള്ളതാണ് നമ്മുടെ കണ്ണിന് പോലും ഹരം പകരുന്ന ഒരു കാഴ്ചയാണ്. കരിയാർ മുടിയിലച്ചേരി പാടശേഖരത്ത് ഉതിർന്നു വീഴുന്ന ഉതിർമണികളും അതോടൊപ്പം ഞണ്ട് നത്തക്കയും ഒക്കെ തിന്ന് തീറ്റ ആവോളം തേടി രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ തീറ്റ തേടിയ ശേഷം താറാവുകൾ ഇപ്പോൾ ഈ ജലവിധാനത്തിൽ നീരാടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത് തന്നെ കൊച്ചു പുത്തഞ്ചേരി പാടശേഖരമുണ്ട്. കൊച്ചു പുത്തഞ്ചേരി പാടശേഖരം ഇനി അടുത്തിടെ തന്നെ കതിരണിയാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. ഏതാണ്ട് 5 അടി താഴ്ചയുള്ള ഈ ജലനിരപ്പിൽ നിന്ന് ഏതാണ്ട് 5 അടി താഴ്ചയുള്ള ഈ പാടശേഖരത്തിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഈ തടാകത്തിലേക്ക് വറ്റിച്ച് കയറ്റിയതിനു ശേഷമാണ് അടുത്ത ജൂൺ മാസത്തിൽ ഏതാണ്ട് മഴ തുടങ്ങുന്ന കാലത്ത് ഇവിടെ കൃഷി ഇറക്കാനായി ഈ പാടശേഖരം കാത്തുകിടക്കുന്നത്. എന്തായാലും വളരെ അനുഗ്രഹീതമായി താറാവിനെ വളർത്താൻ വളരെ അനുഗ്രഹീതമായ സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കുട്ടനാട് എന്ന് തെളിയിക്കുകയാണ് ഒരിക്കൽ കൂടി ബോബിച്ചൻ്റെ കൃഷിയിടം. ഏതാണ്ട് 6000-ഓളം താറാവുകളെയാണ് അദ്ദേഹം ഈ പാടശേഖരത്തിൽ തീറ്റ നൽകുവാനായി വിടുന്നത്. നമുക്കറിയാം ഏതാണ്ട് 40 ദിവസത്തിന് ശേഷം കൈത്തീറ്റ നൽകിയതിന് ശേഷം തുടർന്ന് ഇറച്ചിയാക്കി വിൽക്കുന്നത് വരെ ഏതാണ്ട് 100 ദിവസത്തോളം കാലയളവിൽ നല്ലൊരു തീറ്റ താറാവിന് ആവശ്യമായിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ നൽകുന്ന ഗോതമ്പും ചോറും മത്തി പൊടിച്ചതുമൊക്കെ നൽകിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി ഏതാണ്ട് 2 മാസം കാലത്തോളം തന്നെ തീറ്റ നൽകുന്നത് ഈ പാടശേഖരത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ താറാവ് കൃഷി ഒരു വലിയ രീതിയിൽ ലാഭമാക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ബോബിച്ചൻ്റെ ഒരു പ്രതീക്ഷ. ആണ്ടോടാണ്ട് വരുന്ന 2 നോമ്പുകൂടൽ കാലത്തെ ആസ്പദമാക്കിയാണ് താറാവ് കൃഷി വിജയിക്കുന്നത്. ഒരിക്കൽ തകർന്നടിഞ്ഞെങ്കിലും ചാരത്തിൽ നിന്ന് ഉയരുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ താറാവുകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നീരിനെ കീറിമുറിച്ച് ആ ചിറകുകൾ നീന്തി തുടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി കാർഷിക വാർത്ത. ഇൻഫാം വിജ്ഞാന വ്യാപന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 23, 24, 25 തീയതികളിൽ ചക്ക മഹോത്സവം സംഘടിപ്പിക്കുന്നു. ഭരണങ്ങാനം ഇൻഫാം ഹാളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെയാണ് പ്രദർശനം. മേൽത്തരം പ്ലാവിൻ തൈകളുടെ പ്രദർശനം, വിപണനം, വിവിധയിനം ചക്കകൾ, ചക്ക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലും ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലും 5 മാസത്തെ ചിക്ക് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജനുവരി 2017 25 വയസ്സ് കവിയാത്തവരും SSLC പാസ്സായവരും കൈവിരലുകൾക്ക് അംഗവൈകല്യം ഇല്ലാത്തവരും കണ്ണട ഉപയോഗിക്കാതെ നല്ല കാഴ്ചശക്തി ഉള്ളവരും ആയിരിക്കണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മെയ് മാസം 31. അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും വിശദ വിവരങ്ങളും മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.
പയർവർഗ തീറ്റപ്പുൽവിളകളുടെയും വൃക്ഷവിളകളുടെയും വിത്തുകൾ എറണാകുളത്ത് CMFRIയിൽ പ്രവർത്തിക്കുന്ന KVKയുടെ വിപണന കേന്ദ്രത്തിൽ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0484249245 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കർഷക ഭവനം. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെത്തുന്ന കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ താമസിക്കാം. ഇതിന് കർഷകർ ID കാർഡ്, കൃഷി ഓഫീസറുടെ ശുപാർശ എന്നീ രേഖകൾ നൽകണം. കൂടാതെ പരിശീലനത്തിനെത്തുന്ന ഓഫീസർമാർക്കും ഈ സൗകര്യം ഉപയോഗിക്കാം. അനന്തപുരിയിലെ കർഷകർക്ക് ഒരിടം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാണ് കർഷക ഭവനം രൂപീകരിച്ചിട്ടുള്ളത്. വേനൽച്ചൂട് മൃഗങ്ങളെ സാരമായി ബാധിക്കും. ചൂട് കാരണം കന്നുകാലികളിൽ ഉൽപാദനക്ഷമത കുറയുകയും പാൽ, മാംസം എന്നിവയ്ക്ക് ദൗർലഭ്യം നേരിടുകയും ചെയ്യും. കഠിനമായ ചൂടിൽ ഇവയുടെ മരണവും സംഭവിക്കാം. ചൂടിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷിക്കുവാനായി ശുദ്ധമായ വെള്ളം വേണ്ടുവോളം നൽകുക. മേൽക്കൂരയിലും ചുറ്റിലും വെള്ളം സ്പ്രേ ചെയ്യുക. കന്നുകാലികളെ 2-3 തവണ കുളിപ്പിക്കുക എന്നിവ അത്യാവശ്യമായി ചെയ്യണം. നിർജ്ജലീകരണം തടയുന്നതിനുള്ള ലവണ മിശ്രിതവും ലായനികളും മരുന്ന് ഷോപ്പുകളിൽ ലഭ്യമാണ്. ഇവ അടുത്തുള്ള ഏതെങ്കിലും മൃഗ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തീറ്റയിലോ വെള്ളത്തിലോ കലർത്തി കൊടുക്കാം. തൊഴുത്തിന് വേണ്ടുവോളം കാറ്റും വെളിച്ചവും ലഭ്യമാക്കണം. ചുറ്റും തണൽ മരങ്ങൾ നട്ടുവളർത്തുക. മേൽക്കൂരയ്ക്ക് ചുരുങ്ങിയത് 10 അടിയെങ്കിലും തറയിൽ നിന്ന് പൊക്കം ഉണ്ടായിരിക്കണം.